ഭാഗവതം നമുക്കറിയാം 12 സ്കന്ധങ്ങളിലൂടെയാണ് ഭാഗവതം എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 12 സ്കന്ധങ്ങളിലൂടെ ഭാഗവതത്തിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ പാദങ്ങളാണ്. രണ്ടാമത്തെ സ്കന്ധങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ കണങ്കാലുകളാണ്. മൂന്നാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ മുട്ടാണ്, കാൽമുട്ടാണ്. നാലാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ തുടകളാണ്. അഞ്ചാമത്തെ സ്കന്ധം ഭഗവാന്റെ നാഭിയാണ്. 6 ഭഗവാന്റെ അരക്കെട്ടാണ്. 7 ഉദരമാണ്. 8 ഹൃദയമാണ്. 9 കണ്ഠമാണ്. 10 മുഖമാണ്. 11 നെറ്റിയാണ്. 12 എന്ന് പറയുന്നത് സഹസ്രാര പത്മമാണ്. അപ്പോൾ 12 സ്കന്ധങ്ങളിലൂടെ, ഓരോ സ്കന്ധങ്ങളിലൂടെ നമ്മൾ ഭഗവാനിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ ഓരോ സ്കന്ധങ്ങളിലൂടെ നമ്മൾ പ്രവേശിക്കപ്പെടുമ്പോൾ ഇന്ന് ഒന്നാമത്തെ ദിവസം ഭഗവാന്റെ പാദത്തിലേക്ക് നമ്മൾ ചെന്നു. അപ്പോൾ ആ ഭാഗവതത്തിലേക്ക് ചെല്ലുമ്പോഴാണ്, പാദങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്, നീ നിന്നിലേക്ക് ചിന്തിക്കപ്പെടണം. നീ നിന്നിലേക്ക് ചിന്തിക്കപ്പെടുമ്പോൾ നിന്നിലെ കുറവുകൾ എന്താണെന്നറിയും. അപ്പോൾ നീ ആരാണ് എന്ന് നീ നിന്നോട് തന്നെ ചോദിക്കണം. അപ്പോൾ നിന്നോട് നീ തന്നെ പറയണം, ഞാൻ ഒരു പരീക്ഷിത്താണ്. ഇങ്ങനെ അമ്മയുടെ ഉദരത്തിൽ ജീവ ചൈതന്യമായിട്ട് വന്നപ്പോ ഈശ്വരനാൽ പരീക്ഷിക്കപ്പെട്ട് വിജയിക്കപ്പെട്ടവരാണ് അല്ലേ? അമ്മയുടെ ഉള്ളിൽ നമ്മളൊരു ജീവനായി വന്നപ്പോൾ മുതൽ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ മാറിയത്. ആ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് ആ പരീക്ഷണങ്ങളിലെല്ലാം നമ്മൾ വിജയിച്ചത് കൊണ്ടാണ് ആ അമ്മ നമ്മളെ പ്രസവിച്ചത്. അങ്ങനെ പരീക്ഷയിൽ തോക്കുന്ന ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമുക്കറിയാം. അവരാരും ജീവനോടെയല്ല പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈശ്വരന്റെ ഉള്ളിൽ ഈശ്വരനാൽ പരീക്ഷിക്കപ്പെട്ടവനായതുകൊണ്ടാണ് പരീക്ഷിത്ത് എന്നൊരു രാജാവ് തന്നെ ഉണ്ടായത്. അമ്മയുടെ ഉത്തരയുടെ ഗർഭത്തിൽ ഇരുന്നു കൊണ്ട് ഈശ്വരൻ പരീക്ഷിച്ചതാണല്ലോ. ആ കുട്ടിയാണ് പരീക്ഷിത്ത് എന്ന പേരിൽ തന്നെ നമ്മളിലേക്ക് വന്നത്. അപ്പൊ പരീക്ഷിത്ത് വന്നു കഴിയുമ്പോൾ പരീക്ഷിത്ത് തൻ്റെ ജീവിതത്തിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ ജീവിതത്തിൽ അദ്ദേഹം പല രീതിയിൽ വിജയിച്ച ആളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവാന്റെ മരണശേഷം ഉണ്ടായ കലിവർഷ ആരംഭം മുതൽ, കലി എന്നതൊരു ഈശ്വരനാണ്. ആ കലി എന്നൊരു ഈശ്വരൻ വന്നപ്പോ ആ കലി എന്നത് നാശത്തിനുള്ള തുടക്കമാണ് എന്നാണ്. കലികാലം തുടങ്ങുക എന്ന് പറയുന്നത് നാശത്തിന്റെ തുടക്കമാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ നാശത്തിന്റെ തുടക്കക്കാരനായിരിക്കുന്ന ഈശ്വരൻ, നാശങ്ങളെ നാശമാകുന്ന അനുഗ്രഹത്തെ നൽകുന്ന ഒരു ഈശ്വരൻ, ആ ഈശ്വരൻ വന്നപ്പോ ആ ഈശ്വരനെ പോലും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ആളാണ് പരീക്ഷിത്ത്. അത്ര ശക്തനാണ് അദ്ദേഹം. നമ്മളും അതുപോലെയാണ്. എന്തു പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്തു പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം തോൽപ്പിക്കാൻ കഴിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്തും വേണ്ടി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നേരിട്ടവരാണ്. സധൈര്യം നമ്മൾ നേരിട്ട് അതിൽ നിന്നും വിജയിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ വിജയിക്കാത്തവരാണ് ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവൻ വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞ് പോകുന്നത്. പക്ഷെ പ്രശ്നങ്ങൾ എന്തുണ്ടായാലും അതിനെ ഞാൻ നേരിട്ട് കൊള്ളാം എന്ന് ധൈര്യപൂർവം പറഞ്ഞ് അതിനെ നേരിട്ട് അതിൽ നിന്നും വിജയിച്ച്, കൃത്യമായ ജയമല്ല പറയുന്നത്, ജയിക്കുക ആർക്ക് വേണേലുമാണ്, പക്ഷേ വിജയിക്കുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന ഒരു ദൗത്യമാണ്. ജയിക്കാൻ നിശ്ചിത മാർക്ക് മതി, നമുക്ക് ജയിച്ചു പോകാം. പക്ഷെ വിജയിക്കണമെങ്കിൽ കൂടുതൽ മാർക്ക് മേടിക്കണം നമ്മൾ. അപ്പോൾ ആ പ്രശ്നങ്ങളെ എല്ലാം നമ്മൾ അതിജീവിച്ച് ജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നമ്മൾ വന്ന് ആ ജയത്തിൽ നിന്നും വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു, എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ നിയന്ത്രിക്കപ്പെടുകയാണ്. പരീക്ഷിത്തും അതുപോലെ പറഞ്ഞു. കലിയെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് ഞാൻ കുറച്ച് സ്ഥാനങ്ങൾ നൽകാം. ഈ സ്ഥാനങ്ങളിലല്ലാതെ നീ മറ്റൊരിടത്തും ഇരിക്കാൻ പാടില്ല. യുദ്ധത്തിൽ കലിയാണ് തോറ്റത്, പരീക്ഷിത്താണ് ജയിച്ചത്. നമ്മളാണ് ഇവിടെ ജയിക്കുന്നത്, കലി തോറ്റു. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുത്തു, പരീക്ഷിത്തായിട്ട് നമ്മൾ കലിയോട് പറഞ്ഞു കൊടുത്തു, നിനക്ക് ഞാൻ ചില ഇരിപ്പിടങ്ങൾ നൽകാം. ഈ ഇരിപ്പിടങ്ങളിൽ മാത്രമേ നീ നിൽക്കാവൂ. അവിടേക്ക് നിന്നെ തേടി വരുന്നവരിലേക്ക് നീ പൊയ്ക്കോളൂ. കാരണം നശിക്കണമെന്ന ആഗ്രഹമുള്ളവരെ
നിന്നിലേക്ക് വരികയുള്ളൂ. നാശമുണ്ടാക്കുന്നതായിരിക്കുന്നത് എവിടെ എന്തെല്ലാം ഉണ്ടോ, ഏതെല്ലാമാണോ, അതിനെല്ലാം നിനക്ക് സ്ഥാനം നൽകാം. ചൂടെന്ന് പറയുന്ന ഗുണമുള്ളത് തീയുടെ സ്വഭാവമുള്ളവർക്കേ ഉള്ളൂ. ആ തീ എന്ന് പറയുന്ന ഒരു സങ്കല്പമുള്ള, അല്ലെങ്കിൽ തീയുമായി ബന്ധപ്പെട്ടെങ്കിലേ ചൂടെന്ന് പറയുന്നൊരു ഗുണമുണ്ടാകും. എന്നതുപോലെ നാശം എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ അത് കലിയിലേക്ക് ചെന്നെങ്കിലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്ത് കാര്യമാണോ നമ്മൾ എടുക്കാൻ പോകുന്നത്, അതിനകത്തിൽ കലിയുണ്ട് എന്നറിയുന്നത് അതുകൊണ്ട് നമ്മൾ നശിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കലിക്ക് കൊടുത്ത കുറെ സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കലിയുടെ ഗുണങ്ങൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ താൻ ഏതെല്ലാം വിധത്തിൽ ആണ് പോകേണ്ടതെന്ന് കലി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഏറ്റവും നല്ല സ്ഥലം, ഒന്നാമത്തെ സ്ഥാനം കൊടുത്തത് ചൂത് കളിക്കുന്നിടത്താണ്. ധനം വെച്ച് ചൂത് കളിക്കുന്നിടത്ത് പറഞ്ഞു, നിനക്ക് അവിടെ ഇരിക്കാം, നിന്നെ തേടി അവിടേക്ക് വരുന്നവരിലെല്ലാം നീ ചെന്നോളൂ, വേറെ എങ്ങും നീ പോകരുത്, ചൂത് കളിക്കുന്നിടത്ത് ഒന്നാം സ്ഥാനത്ത് നിങ്ങൾക്ക് ഇരിക്കാം. 2, നന്നായി മദ്യപിക്കുന്നവരുടെ ഇടയിലേക്ക് നീ പോയിക്കോളൂ. 3, സമ്പത്തുള്ളവർക്കും അമിതമായിരിക്കുന്ന സമ്പത്തുള്ളവർ, അനാവശ്യമായിരിക്കുന്ന സമ്പത്തുള്ളവർ, അവരിലേക്ക് നിനക്ക് പോകാം. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരിലേക്ക്, ഉപദ്രവിക്കുന്നവർക്ക് മാത്രമല്ല ദ്രോഹിക്കുന്നവർ. ഉപദ്രവം ദ്രോഹവും രണ്ടും രണ്ടാണ്. ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ദേഹത്തിന് ഉപദ്രവം നൽകുന്നു. അതോടൊപ്പം തന്നെ ഉപദ്രവിക്കുന്നത് ഉപദ്രവത്തിൽ നിന്നും, ദ്രോഹിക്കുക എന്ന് പറയുന്നത് പല വിധേനയുണ്ട്. വാക്കാൽ നമുക്കൊരാളെ ദ്രോഹിക്കാം, നമുക്ക് പ്രവൃത്തിയിലൂടെ നമുക്ക് ദ്രോഹിക്കാം, നമുക്ക് ചിന്തയിലൂടെ നമുക്ക് ദ്രോഹിക്കാം, ഇല്ലേ? വാക്കുകൊണ്ട് വേണമെങ്കിൽ, ഇപ്പൊ ആർക്ക് വേണമെങ്കിലും വാക്കുകൊണ്ട് എന്നെ ദ്രോഹിക്കാം. എനിക്ക് വിഷമമുണ്ടാകുന്ന, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന വാക്കുകൾ എന്നിലേക്ക് പറഞ്ഞ് എന്നെ ദ്രോഹിക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ ശരീരത്തിന് മുറിവുകൾ ഉണ്ടാകുന്ന വിധത്തിൽ, എനിക്ക് വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് എന്നെ ദ്രോഹിക്കാം. അതോടൊപ്പം തന്നെ എന്നെപ്പറ്റി വളരെ മോശമായി മനസ്സിൽ ചിന്തിക്കുന്നതും എന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ നമുക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ദ്രോഹിക്കാം. ഒരു നിസാര ഒരു പട്ടി ഇങ്ങോട്ട് വന്നു, അപ്പൊ നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു കല്ലിനെ നോക്കുന്നു, ഈ കല്ലെടുത്ത് ഈ പട്ടിയെ എറിയാം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ഒരു ദ്രോഹമാണ്. അപ്പൊ അങ്ങനെ ദ്രോഹിക്കുന്നവരിലും ഉപദ്രവിക്കുന്നവരിലും നിനക്ക് കയറി ചെല്ലാം. അതോടൊപ്പം തന്നെ ഋതുവായതിനു ശേഷം ശുദ്ധി വരുത്താത്ത സ്ത്രീകളിൽ നിനക്ക് ചെല്ലാം. അതോടൊപ്പം തന്നെ പല വിധത്തിൽ ധനസംബന്ധമായിരിക്കുന്ന അധർമ്മങ്ങൾ ചെയ്യുന്നവരിലേക്കും നിനക്ക് ചെല്ലാം. ധനസംബന്ധമായ അധർമ്മം എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് മോഷണം നടത്താം. നമുക്ക് അർഹിക്കുന്നതല്ലാതെയുള്ള സമ്പത്തിനെ ഉപയോഗിക്കുന്നവരിലേക്കൊക്കെ കലി ബാധിക്കും. പലിശയ്ക്ക് പണം കടം കൊടുക്കാം, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കറിയാം, പലിശയ്ക്കൊക്കെ 5 രൂപ പലിശയ്ക്ക് മേടിച്ച് 10 രൂപ പലിശയ്ക്ക് കൊടുക്കുന്ന സമ്പ്രദായമൊക്കെ. മറ്റുള്ളവരെ പറഞ്ഞു പറ്റിച്ച് സമ്പത്ത് മേടിക്കുന്നു. ഇത്രയും പേരിലേക്ക് പരീക്ഷിത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, നീ അവിടെ ചെന്നോളൂ, അവിടെ നിന്നെ ആവശ്യമുള്ളവർ തേടി വരും. നിന്നെ ആവശ്യമുള്ളവർ തേടി വരുമ്പോൾ നീ അവരിലേക്ക് പ്രവേശിച്ചോളൂ. കാരണം അവരിൽ ഒരാളിലെങ്കിലും നീ കയറിയാൽ, കാരണം ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് അതാണ്. പഞ്ചസാരയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് മധുരമാണ്. അത് എവിടെ ചെന്നാലും ആ പഞ്ചസാരയ്ക്ക് മധുരമേ ഉള്ളൂ. ഉപ്പിന്റെ കൂട്ടത്തിൽ പഞ്ചസാര ഇട്ടാലും അതിനൊരു മധുരമാണ്. ഉപ്പും പഞ്ചസാരയും കൂടെ ഒന്നിച്ച് നാരങ്ങ വെള്ളത്തിൽ ഇട്ടാലും നമുക്ക് കുടിക്കുമ്പോൾ അറിയാം ഇതിനകത്തിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കാരണം പഞ്ചസാരയുടെ ഗുണം അതവിടെ കാണിച്ചിരിക്കും. ഉപ്പോട് ഇവർ രണ്ടുപേരും ഒരുപോലെയുള്ളവരാണ്, പക്ഷെ ഇവർ രണ്ടുപേരോട് ചേരുമ്പോൾ പോലും മധുരത്തിന്റെ സ്വഭാവം ഇവർ കാണിക്കും എന്നുള്ളതാണ് പഞ്ചസാരയുടെ ബലം. അപ്പോൾ അതുപോലെ ഈ ഓരോ കാര്യങ്ങളും കലിക്ക് ബാധിക്കുവാൻ, കലിക്ക് ഇരിക്കുവാൻ കൊടുത്ത സ്ഥലത്ത് എവിടെയാണോ നമ്മൾ ചെല്ലുന്നത്, കലിയെ തേടി ചെല്ലണം നമ്മൾ. കലി നമ്മുടെ അടുക്കലേക്കല്ല വരുന്നത്, കലിയെ തേടി ചെല്ലുന്നവരിലേക്ക് അത് ബാധിക്കും. അങ്ങനെ ബാധിക്കപ്പെട്ടവരിലേക്ക് നിനക്ക് പോകാം. കാരണം അവരുടെ അവസാനം എന്താണ്? നാശമാണ്. കാരണം ഇതിലേതെങ്കിലും ചെയ്താൽ നശിക്കുക എന്നുള്ളതാണ്. നശിക്കണമെന്ന ആഗ്രഹമുള്ളവരെ ഈ കാര്യങ്ങൾ ചെയ്യുക. നശിക്കണ്ട, എനിക്ക് ജീവിക്കണം എന്നുള്ളവരാരും ഇത് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള തലങ്ങളിലേക്ക് പൊയ്ക്കൊള്ളുവാൻ പരീക്ഷിത്ത് പറഞ്ഞു.
ഇതെല്ലാം കേട്ടിട്ടും കലി ഇങ്ങനെ നന്നായിട്ട് പോകുമ്പോഴും ആ കലി തന്നെ പരീക്ഷത്തിലേക്ക് ചെന്ന് ഏൽക്കുകയാണ്. കാരണം യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് പോലും പരീക്ഷത്തിലേക്ക് തന്നെ കലി ബാധിക്കപ്പെട്ടത് ഒരു തെറ്റായ കർമ്മത്തിന്റെ ഭാഗമായി മാറുക. കാരണം ക്രോധം എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ക്രോധം എന്നത് നീചമായിരിക്കുന്ന സ്വഭാവങ്ങളിലൊന്നാണ്. താൻ ചെന്ന് ചോദിക്കുന്നു, ഞാൻ ഇവിടേക്ക് വന്ന ആളാണ്, ഞാൻ ഈ കാട്ടിലേക്ക് ഇതാ നായാട്ടിനായി വന്ന ആളാണ്, ഞാൻ രാജാവാണെന്നുള്ള അഹംഭാവം, അഹങ്കാരമല്ല അഹംഭാവം, ഞാനാണ് എന്നുള്ള അവസ്ഥ, ഞാനാണ് ഈ രാജ്യത്തിൻ്റെ രാജാവ്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയണം, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ കൃത്യമായ മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് നായാട്ടിനായി പോയ പരീക്ഷിത്ത് ശമീകൻ എന്ന് പറയുന്ന മഹർഷിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ശമീകൻ എന്ന മഹർഷിയുടെ പ്രത്യേകത, അദ്ദേഹം ധ്യാനത്തിൽ നിൽക്കുന്നതാണ്, സന്യാസിയാണ്. കാരണം എന്താണ്? സന്യാസി എന്ന് പറയുമ്പോൾ സകലതിൽ നിന്നും സകലതിനെയും വേണ്ട എന്ന് സ്വയം വിചാരിച്ച ആളാണ് സന്യാസി. ബാക്കിയുള്ളവരെല്ലാം മറ്റൊരു തലത്തിലാണ്. നമുക്ക് കിട്ടാത്തതുമുണ്ട്. 3 വിധത്തിലുള്ള ആൾക്കാരാണുള്ളത് ലോകത്ത്. ഉള്ളവരെന്നും എന്നൊരു വിഭാഗം, ഇല്ലാത്തവരായിട്ട് മറ്റൊരു വിഭാഗം, മൂന്നാമതൊരു വിഭാഗമുണ്ട് ഉണ്ടായിട്ടും വേണ്ടാത്തവരായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം. ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്, അങ്ങനെ ഒരു സങ്കല്പം. എനിക്കൊന്നുമില്ല എന്ന് പറയുന്നൊരു സങ്കല്പം. എനിക്കെല്ലാം ഉണ്ടായിട്ടും ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം. അപ്പൊ അങ്ങനെ എല്ലാം എനിക്ക് ഉണ്ടായിട്ടും ഇതൊന്നുമല്ല യഥാർത്ഥമായിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സമയമുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ, ഇല്ലേ? നമുക്കതറിയാവുന്നവരാണ്. നമ്മുടെ ഒരുപാട് സ്തോത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ ഭൃത്യന്മാർ, എൻ്റെ വീട്, എൻ്റെ വസ്തു, എൻ്റേതാണ് ഇതെല്ലാം എന്ന് പറയുന്നവരായിരുന്നു നമ്മൾ, ഇല്ലേ? പക്ഷേ നമ്മളിലേക്ക് ഒരു പിശാച് വന്ന് കയറി. ആ പിശാചിന്റെ പേര് ജര എന്ന പിശാചാണ്. ജര എന്ന പിശാച് എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് ആദ്യം ചെയ്തത് എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു അലങ്കാരമുണ്ടായിരുന്നു എൻ്റെ ശരീരത്ത്. ഏതാന്ന് പറയാമോ? നമ്മുടെ മുടി. ഈ മുടിയുടെ യഥാർത്ഥമായിരിക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് കറുപ്പാണ്. ഈ ജര എന്ന പിശാച് എൻ്റെ ഉള്ളിലേക്ക് വന്ന് അതിനെ നേരെ വിപരീതമാക്കി കറുത്തിരുന്ന എൻ്റെ മുടി എന്ത് ചെയ്തു? നേരെ അങ്ങ് വെളുപ്പിച്ചു. എന്നിട്ട് എൻ്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ എന്ത് നല്ല മിനുസത്തോടു കൂടിയിരുന്ന, തടിച്ചു കൊഴുത്തിരുന്ന എൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം. അതാണല്ലോ എൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം. അപ്പോൾ ശരീരത്തിൻ്റെ സൗന്ദര്യമായിരിക്കുന്ന ഗുണങ്ങളെ ഇതെല്ലാം സ്വയം അങ്ങ് കാർന്നു തിന്നാൻ തുടങ്ങി ഈ ജര എന്ന പിശാച്. അപ്പോൾ ജര എന്ന പിശാച് ഇതിനെ എല്ലാം കാർന്നു തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയൊക്കെ നേരത്തെ നോക്കിയപ്പോൾ എന്ത് മാംസളമായിരിക്കുന്ന ശരീരമായിരുന്നു. എൻ്റെ ശരീരത്തെ തൊട്ട് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ രക്തം അങ്ങനെ തിളച്ചു വരുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ എന്ത് ചെയ്തു? ആദ്യം ഈ മാംസത്തെ എല്ലാം, എൻ്റെ ശരീരത്തിലെ മാംസത്തെ എല്ലാം അതങ്ങ് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവശേഷിച്ചത് എന്തേ ഉള്ളൂ? എൻ്റെ ശരീരത്തിൻ്റെ ആവരണമായിരിക്കുന്ന ത്വക്ക്, ആ ത്വക്കിനകത്തുണ്ടായിരുന്ന നരമ്പുകൾ, പിന്നെ അവശേഷിക്കുന്നത് ഈ അസ്ഥി മാത്രം, ഇല്ലേ? ഇതെല്ലാമായി കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്തു? എൻ്റെ സന്ധികൾ, എന്നെ ഏറ്റവും കൂടുതൽ ശക്തനാക്കിയിരുന്നത് എൻ്റെ ശരീരത്തിലെ സന്ധികളായിരുന്നു. ഈ സന്ധികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ശക്തനായിരുന്നത്. ഈ സന്ധികളിൽ അത് വേദനകൾ ഉണ്ടാക്കി. ആ സന്ധികളെ വേദനിപ്പിക്കുന്ന വിധമായപ്പോൾ കൈ മടക്കി എൻ്റെ കൈ മുഷ്ടി ചുരുട്ടുന്ന എൻ്റെ സ്വഭാവത്തെ ആ വേദനകൾ കൊണ്ടുവന്നപ്പോൾ, ജര എന്ന പിശാച് വേദനകൾ കൊണ്ടുവന്നപ്പോൾ കൈ ചുരുട്ടി എൻ്റെ ആരോഗ്യത്തെ കാണിക്കുന്ന എൻ്റെ ബലത്തെ ഞാൻ കളഞ്ഞു, എന്നിൽ നിന്ന് നഷ്ടമായി. കാരണം എന്താ? എനിക്ക് എൻ്റെ മുഷ്ടി ഒന്ന് ചുരുട്ടാൻ പറ്റാതെ വരുന്നു. കാരണം കൈവിരലുകൾ മടക്കുമ്പോൾ എനിക്ക് വേദന. അപ്പോൾ കൈ മടക്കുമ്പോൾ എനിക്ക് വേദന, കാലുകൾ നോക്കുമ്പോൾ മടക്കുമ്പോൾ എനിക്ക് വേദന. എന്നിട്ട് എനിക്ക് 3 രോഗങ്ങൾ കൂടി തന്നു: വാദം, പിത്തം, കഫം.
എന്നിട്ട് ഞാൻ നന്നായിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നടക്കുന്നവനായിരുന്നിട്ട് എൻ്റെ ശ്വാസവേഗങ്ങളെല്ലാം അങ്ങ് കുറച്ചു. കാരണം ശ്വാസമാണല്ലോ നമ്മളുടെ ശരീരത്തിൻ്റെ ബലത്തെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം നമ്മുടെ ശ്വാസത്തെ പരിശോധിക്കുന്നത്, ഇല്ലേ? ഡോക്ടർ ആദ്യം ചെയ്യുന്ന ശ്വാസത്തെ പരിശോധിക്കുകയാണ്. ഇവിടെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തെ അന്വേഷിക്കും, പിന്നെ പുറം ഭാഗത്തൊക്കെ അന്വേഷിക്കും. രണ്ടിടത്തെ ശ്വാസവേഗങ്ങളുടെ അളവുകൾ കണ്ടുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് രോഗമുണ്ടെന്നും രോഗമില്ലെന്നും പറയുന്നത്. അപ്പോൾ എൻ്റെ ശ്വാസവേഗം മാറ്റി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നിൽ എന്തൊക്കെയോ കുറവുകൾ ഉണ്ടായിരുന്നു. ഇതുവരെ എനിക്കൊരു കുറവുമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയോ കുറവുകൾ ഉണ്ട് എന്ന്. ആ കുറവുകളെല്ലാം പൂർണ്ണമായിട്ടും ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഇന്നലെ വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. ആരൊക്കെയാ? എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ വീട്, എൻ്റെ സ്ഥലം, എൻ്റേതെന്ന് മാത്രം ഞാൻ അവകാശപ്പെട്ടിരുന്നവരെല്ലാം അല്പം ദൂരേക്ക് മാറി. അവരെല്ലാം ദൂരേക്ക് മാറി 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 മാറി. പിന്നെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു, ഒരു ചൈതന്യം. ആ ശക്തിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. ആ പരമമായിരിക്കുന്ന ഒരു പ്രകാശം ജീവനായിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെയുള്ള ദീപമാണ്? അതിന് 2 വരി മുമ്പ് പറഞ്ഞു, അഖിലാണ്ട മണ്ഡലം അണീച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. അങ്ങനെയുള്ള ആനന്ദ ദീപമാണ് ഇങ്ങനെ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന ആ പരമപ്രകാശം. അപ്പോൾ അങ്ങനെയുള്ള ആ പരമപ്രകാശം എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? എൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ആ ചൈതന്യമാണ്. ഈ ചൈതന്യം എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ കൊതിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ആ പ്രകാശം പറയുന്നു, ഞാൻ പോകാറായി. കാരണം എന്താണ്? ആ ദീപത്തിൻ്റെ ജ്വാലയും ചൈതന്യവും കുറഞ്ഞു വരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ കിടന്നുകൊണ്ട് ആലോചിക്കുന്നത്, ഭഗവാനെ, എൻ്റേതെന്ന് പറഞ്ഞിരുന്നവരെല്ലാം എന്നിൽ നിന്ന് നഷ്ടമായി. എൻ്റെ ഭാര്യ, പണ്ട് ഞാൻ ചെല്ലുമ്പോൾ ഓടി വന്നിരുന്ന എൻ്റെ ഭാര്യ ഇതാ ഇപ്പോൾ എന്നെ കാണാൻ പോലും വരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഭർത്താവെന്ന് ഞാൻ പറഞ്ഞിരുന്ന ആള് എന്നെ കാണുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ കണ്ടുകൊണ്ടിരുന്ന, ആസ്വദിച്ചു കൊണ്ടിരുന്ന ഭർത്താവ് ദാ ദൂരേക്ക് പോകുന്നു. എൻ്റെ മക്കൾ, എൻ്റെ മടിത്തട്ടിൽ കിടന്ന എൻ്റെ മക്കൾ, എന്നെ എന്ത് സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്ന എൻ്റെ മക്കൾ എന്നെ ഒന്ന് കാണുവാൻ പോലും വയ്യാതെ, കാണാൻ പോലും ഇഷ്ടമല്ലാതെ അവർ പോകുന്നു. എനിക്ക് എത്ര കൂട്ടുകാരുണ്ടായിരുന്നു, ഇവരാരും എനിക്കില്ല. എത്ര ബന്ധുബലമുള്ളവരായിരുന്നു ഞാൻ, പക്ഷെ ഇതൊന്നും എനിക്കില്ല. എൻ്റെ വസ്തു, എൻ്റെ വീടെന്ന് പറഞ്ഞതാണ്, ഞാൻ വെച്ച വീടാണ്, എൻ്റെ വസ്തുവാണ്. പക്ഷെ എന്ത് ചെയ്തു? ഒരു ഒപ്പിട്ട് കൊടുത്തപ്പോഴേക്കും അത് എൻ്റേതല്ലാതായി മാറി. എനിക്ക് യാതൊരു അവകാശവുമില്ല. പിന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാരണം എൻ്റെ കൂട്ടത്തിൽ എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അവൻ എൻ്റെ ശത്രുവാണ്, അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്. എല്ലാവരെയും ഞാൻ ഭയപ്പെടുത്തിയിരുന്നു എൻ്റെ ആരോഗ്യത്താൽ. അവരെല്ലാവരും വന്ന്, എൻ്റെ ശത്രുവായി നിന്നവർ പോലും എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ദയനീയമായി എന്നെ നോക്കുന്നു. എന്ത് കഷ്ടമാണ് ഭഗവാനെ. ഇത്രയും ആയപ്പോഴാണ് ഭഗവാനെ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തു. ഒരുപാട് തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു. ആ തെറ്റുകൾ ഒരുപാടാണ്. ഓരോന്ന് ഞാൻ ഇങ്ങനെ അക്കമിട്ട് ഞാൻ എൻ്റെ അച്ഛനോട് ഞാൻ ചെയ്തു. എന്നെ വളർത്തി വലുതാക്കാൻ രാപകലുകൾ കടന്ന് അധ്വാനിച്ചിരുന്ന എൻ്റെ അച്ഛനെ ഞാൻ എന്തെല്ലാം പറഞ്ഞു പറ്റിച്ചു. എനിക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് മാറ്റി വെച്ച് എനിക്ക് മാത്രമായിട്ട് നൽകിയിരുന്ന എൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞു പറ്റിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു പറ്റിച്ചു. എൻ്റെ എല്ലാവരെയും എനിക്ക് അറിവ് നൽകിയ എൻ്റെ ഗുരുനാഥനെ ഞാൻ പറ്റിച്ചു. ലോകത്തുള്ള സകലമാന ആൾക്കാരെ ഞാൻ പറ്റിച്ചു. എല്ലാം പറ്റിച്ച് അങ്ങനെ എത്രയെല്ലാം തെറ്റുകൾ ഞാൻ ചെയ്തു. ഈ തെറ്റുകളെല്ലാം ചെയ്തു നിൽക്കുമ്പോഴാണ് ഭഗവാനെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ളതാണ്. ഈ തെറ്റുകൾ ചെയ്ത ഞാൻ ഭഗവാനോട്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭഗവാനോട് ഞാൻ പറയുന്നു, നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു,
നമസ്തേ നമസ്തേ ഗഥാചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ, സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. ഭഗവാന്റെ മുമ്പിൽ തൊഴുകൈകളോടുകൂടി പറഞ്ഞു, ഭഗവാനെ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് ഞാൻ ഭഗവാനോട് ക്ഷമ ചോദിക്കുന്നു. സമസ്ത അപരാധങ്ങളും, എനിക്കറിയില്ല ഞാൻ എന്തെല്ലാമാ ചെയ്തതെന്ന്, എനിക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല, അത്രമാത്രം തെറ്റുകൾ ഞാൻ ചെയ്തു ഭഗവാനെ. ഞാൻ ചെയ്തിട്ടുള്ള സകല അപരാധങ്ങൾക്കും ഭഗവാനെ എന്നോട് ക്ഷമിക്കണമെന്ന് കിടന്ന കിടപ്പിൽ ഭഗവാനോട് നോക്കി പറയുമ്പോൾ, ഭഗവാന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ, ആ ഭഗവാൻ എന്നെ നോക്കിക്കൊണ്ട് ചെയ്തത്, അന്ന് ഞാൻ കണ്ട ഭഗവാൻ ഞാൻ ഇവിടെ വന്ന് തൊഴാൻ വരുമ്പോൾ, എൻ്റെ വലിയ ശക്തനായിരുന്ന ആരോഗ്യവാനായിരിക്കുമ്പോൾ, ഞാൻ ഇവിടെ മൂന്നുമൂർത്തി ക്ഷേത്രത്തിൽ വരുമ്പോൾ, ആ ഭഗവാൻ ശംഖുചക്ര ഗദാപത്മധാരിയായിരിക്കുന്ന ആ മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ കൈനിറയെ നല്ല സ്വർണ്ണ ആഭരണങ്ങളും നല്ല മിനുമിനുത്ത വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ അണിഞ്ഞ് മിടുമിടുക്കനായിട്ട് ബഹുകേമനായിട്ട് ഞാനാണ് വലിയവനെന്ന് പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ വന്ന് നിന്ന് ചിരിച്ച അതേ ഭഗവാൻ തന്നെ ഞാൻ സമസ്താപരാധങ്ങളും ഭഗവാനോട് പറഞ്ഞപ്പോഴും മുഖേ മന്ദഹാസം, ആ മുഖത്തൊരു മന്ദഹാസം മാത്രത്തോളം നിൽക്കുന്നു ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ഇവിടെയും പരീക്ഷത്തിന് ചെയ്യേണ്ടി വന്നത് അതാണ്. ശമീകൻ എന്ന് പറയുന്ന മഹർഷിയോട് ചെന്ന് ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണെന്നുള്ള അഹംഭാവത്തോടു കൂടി ചോദിച്ചത് ഒരൽപ്പം വെള്ളമാണ്. നായാട്ടിന് വന്ന് ക്ഷീണിച്ച് ഞാൻ, എനിക്ക് തരൂ വെള്ളം, എൻ്റെ പ്രജകളിൽ ഒന്നാണ് നീയും, ഇവിടെ ഇരിക്കുന്ന നീയും ഇവിടെ എൻ്റെ ഒരു പ്രജയാണ്, അതുകൊണ്ട് എനിക്ക് വെള്ളം തരൂ എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടികളും പറയാതെ, ശരീരം എന്ന മോഹമോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ചിന്തയോ ഇല്ലാതിരുന്ന ശമീകൻ എന്ന് പറയുന്ന സന്യാസി ശ്രേഷ്ഠൻ ഒരു വാക്കുകളും പറഞ്ഞില്ല. കാരണം ആനന്ദലബ്ധിക്കായിട്ട് പരമാത്മാവിനെ പ്രാർത്ഥിക്കുമ്പോൾ മുമ്പിൽ വന്ന് നിൽക്കുന്നതൊന്നും വലിയ കാര്യങ്ങളല്ല. വെള്ളവും വസ്ത്രവും ഭക്ഷണവും ഒന്നും വലിയ കാര്യമല്ല. പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്നവന്റെ മുമ്പിൽ ചെന്ന് എന്ത് ചോദിച്ചാലും ഒരു പക്ഷേ, കാരണം അവന്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈശ്വരൻ. ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ മറ്റൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, അറിയാറില്ല. അങ്ങനെ ശമീക മഹർഷി അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ, ഈ രാജ്യത്തിന്റെ രാജാവായിരുന്ന എൻ്റെ വാക്കുകൾക്ക് മറുപടി പറയാതെ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് നിനക്ക് നൽകുന്ന ഒരു ശിക്ഷയാണ്. കാരണം നീ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ചത്തതിന് തുല്യമായിട്ടാണെങ്കിൽ, നിന്റെ പ്രതീകമായി തന്നെ അപ്പുറത്ത് കിടക്കുന്നു ഒരു ചത്ത പാമ്പ്. ആ ചത്ത പാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു, നിനക്കിതാണ് ഇപ്പോൾ ആഭരണം. നമ്മളും പറയാറുണ്ട്, നമ്മളുടെ ചോദ്യങ്ങൾക്ക്, നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് പറയാതെ, അനുസരിക്കാതെ, വഴങ്ങാതെ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകളാണ് മോശമായിരിക്കുന്ന ചീത്ത വാക്കുകൾ നമ്മൾ പറയും. ചിലപ്പോൾ ഒരുപക്ഷെ മൃഗങ്ങളുടെ പേര് പറയും, ഇല്ലേ? മൃഗങ്ങളുടെ പേര് പറഞ്ഞ് നമ്മൾ അവരെ ആക്ഷേപിക്കും. പട്ടിയെന്നോ പൂച്ചയെന്നോ പരുന്തെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകൾ പറഞ്ഞ് നമ്മൾ അവരെ ആക്ഷേപിക്കും. ഒരുപാട് മോശമായ ചീത്ത വാക്കുകൾ പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ പ്രതിഷേധങ്ങൾ പറയും. അപ്പോൾ അങ്ങനെ പരീക്ഷിത്തും കാണിച്ചു, ചത്ത പാമ്പിനെ പോലിരുന്നവനായതുകൊണ്ട്, ചത്തതിനൊത്താണ് നീ നിൽക്കുന്നത് കൊണ്ട് ഈ പാമ്പെടുത്ത് നിനക്കൊരാഭരണമാകട്ടെ എന്ന് പറഞ്ഞ് ആ മഹർഷിയുടെ, ശമീക മഹർഷിയുടെ കഴുത്തിൽ ഇതിനെ ഇട്ടു. ഇതിട്ട് കഴിഞ്ഞപ്പോഴാണ്, എന്നിട്ട് ആ ദേഷ്യം അങ്ങ് ശമിച്ചു, ഇല്ലേ? ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും തല്ലി പൊട്ടിച്ച് കഴിയുമ്പോഴോ ഒന്നില്ലെങ്കിൽ രണ്ട് ചീത്ത വിളിച്ച് കഴിയുമ്പോഴോ നമ്മുടെ ദേഷ്യം പകുതി അങ്ങ് തീരും. എന്നിട്ട് നമ്മൾ പിന്നെ വിചാരിക്കും, പക്ഷെ അതൊന്നും വേണ്ട. പോകുന്ന വഴികളിൽ പരീക്ഷത്തിന്റെ മനസ്സിൽ, അത് വേണ്ടായിരുന്നു, അത്രയും പ്രതികരിക്കണ്ടായിരുന്നു, എന്തുവായാലും ഞാൻ ചെയ്തതല്ലേ, പോട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. ഇത് കണ്ട് അറിഞ്ഞിരുന്ന ശമീക മഹർഷിയുടെ മകൻ കൃഷ്ണൻ എന്ന മുനിപാലൻ ചെന്ന് ശമീകപുത്രനോട് പരിഹാസപൂർവം പറയുകയാണ്. ശമീക മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ശൃംഗിയോട് കൃഷ്ണൻ എന്ന് പറയുന്ന മുനിപാലൻ പറഞ്ഞു, നീ അറിഞ്ഞോ, നിന്റെ അച്ഛൻ ഭഗവാൻ പരമശിവന് തുല്യനാണ്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ പരമശിവനും നിന്റെ അച്ഛനും തമ്മിൽ.
പരമശിവന്റെ കഴുത്തിൽ ജീവനുള്ള പാമ്പാണ് കിടക്കുന്നത്, പക്ഷേ നിന്റെ അച്ഛൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ചത്ത പാമ്പാണ്. കാരണം കൃഷ്ണൻ എന്ന ബാലനും നമ്മളുടെ സമൂഹമാണ്. നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമ്മളുടെ വീട്ടിലൊരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തെ ആഘോഷിച്ച് വളരെയധികം ബലമായി നമ്മളോട് പറയും, ഓ നിന്റെ വീട്ടിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് കിടക്കുന്നത്, നീ ഇങ്ങനെയാണോ, നിന്റെ വീട് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കും, ഇല്ലേ? നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യവും, നിന്റെ മോൻ പരീക്ഷയ്ക്ക് തോറ്റോ, എൻ്റെ മോൻ പരീക്ഷയ്ക്ക് ജയിച്ചു. എന്നാൽ അവൻ്റെ മകൻ പരീക്ഷയ്ക്ക് ജയിച്ചതോടൊപ്പം തന്നെ മറ്റുള്ളവൻ്റെ മക്കൾ ജയിച്ചിരുന്നുവെങ്കിൽ ചോദിക്കില്ല. തോറ്റു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, നിന്റെ മകൻ തോറ്റു, എൻ്റെ മകൻ ജയിച്ചു. എൻ്റെ മകൻ ജയിച്ചതിനേക്കാൾ എനിക്ക് ആനന്ദം നിന്റെ മകൻ തോറ്റു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ കൃഷ്ണനും ചിന്തിച്ചതാണ്. നിന്റെ അച്ഛൻ നല്ല രീതിയിൽ ഇരിക്കുന്നു എന്ന് പറയാനല്ല ഓടി വന്ന് പറഞ്ഞത്, പരിഹാസ രൂപേണയാണ് പറയപ്പെടുന്നത്. ശൃംഗിയോട് പറയുന്നത് എന്ത്? നിന്റെ അച്ഛൻ ഭഗവാൻ പരമശിവനെ പോലെ കൈലാസത്തിൽ നിന്ന് വന്നതാണെന്ന് തോന്നും. കാരണം എന്താ? അവര് തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഭഗവാൻ പരമശിവൻ ജീവനുള്ള പാമ്പിനെയാണ്. കാരണം എന്താണ്? കഴുത്തിൽ കിടക്കുന്ന വാസുകിയാണ് ഭഗവാൻ പരമശിവന്റെ. പക്ഷെ നിന്റെ അച്ഛൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ചത്ത പാമ്പാണെന്നുള്ള വ്യത്യാസം നമുക്കും വേദനിക്കും, ഇല്ലേ? ആ മകനും വേദനിച്ചു. ചെന്ന് കണ്ടപ്പോൾ കണ്ടു, എന്താണ്? കഴുത്തിൽ കിടക്കുന്നത് ചത്ത പാമ്പാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ മകനും കോപം കൊണ്ട് ജ്വലിച്ചു. കാരണം ഇതെല്ലാം കലിബാധയുടെ ഭാഗമാണ്. കരണ്ടടിക്കുന്നവനെ തൊടുന്നവനെയും കരണ്ടടിക്കും, ഇല്ലേ? നമ്മൾ നേരിട്ട് പ്ലഗിൽ ചെന്ന് തൊടണമെന്നില്ല കരണ്ടടിക്കാൻ. ഞാൻ അതിൽ തൊട്ടു നോക്കിയപ്പോൾ എന്നെ കരണ്ടടിച്ചെങ്കിൽ എന്നെ വന്ന് തൊടുന്നവനെയും അതുപോലെ തന്നെ കരണ്ടടിക്കും. കലിബാധയുടെ ഗുണവും അതാണ്. കലി ബാധിച്ചിരിക്കുന്നവനെ ചെന്ന് നമ്മൾ അവനോടൊപ്പം ചേർന്നാൽ അവനെ കൂടി കലി ബാധിക്കും. അതുകൊണ്ടാണ് പരീക്ഷിത്ത് ചെന്ന് ചത്തപാമ്പിനെ എടുത്തിട്ട സ്വഭാവം കലിബാധയാണ്. ഇത് കണ്ടിട്ട് പ്രതികരിക്കാനായിട്ട് ചെന്നത്, ആ മാനസികമായ അവസ്ഥയിലേക്ക് ചെന്നതും എന്താണ്? ശൃംഗി എന്നതും കലിബാധയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ കലി ബാധിച്ചിരിക്കുന്ന ശൃംഗി പറഞ്ഞു, ആരാണോ എൻ്റെ അച്ഛനെ ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് ചെയ്തത്? പാമ്പിനെ എടുത്താണ് കഴുത്തിലിട്ടതെങ്കിൽ ആ ആളും ഈ പാമ്പിന്റെ ഇടയിൽ ഏറ്റവും വലിയ വിഷമയമായിരിക്കുന്ന സർപ്പമായിരിക്കുന്ന തക്ഷകൻ കടിച്ച് മരിക്കട്ടെ. എത്രാം ദിവസം? 7-ാം ദിവസം. 7-ാം ദിവസം അദ്ദേഹവും അങ്ങനെ ആ വിധത്തിൽ മരിക്കട്ടെ എന്നുള്ള ശാപം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ശമീക മഹർഷി ഉണരുന്നത്. ശമീക മഹർഷി ഉണർന്നു കഴിഞ്ഞപ്പോൾ ശമീക മഹർഷി ചോദിച്ചു, എന്താണ് മോനെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ മകൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. മകനിതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ചോദിച്ചു, നീ എന്ത് വിഡ്ഢിത്തരമാണ് മോനെ പറഞ്ഞത്? നീ എന്ത് വിഡ്ഢിത്തരമാണ് നീ ചെയ്തത്? നിന്റെ ജീവിതത്തിൽ നീ ഇത്രയും കാലം നീ ഉണ്ടാക്കി വെച്ചിരുന്ന തപസ്സിന്റെ ശക്തിയാണ് ഒറ്റ വാക്കിന്റെ ശാപം കൊണ്ട് നിനക്ക് നഷ്ടമായത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമായിട്ട് ഇറങ്ങുന്നവരാണ് നമ്മൾ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട് ഓടിച്ചെന്ന് പ്രതികരിക്കും. അത്രയും കാലം നമ്മുടെ സുഹൃത്തായി ഇരുന്ന ആളിനെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ പ്രതികരിക്കുന്നത്. ആ ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്നതും അതുതന്നെയാണ്. അപ്പോൾ ആ ഒറ്റ വാക്കുകൊണ്ട് നമ്മളുടെ തപസ്സിന്റെ ശക്തി ആ മഹർഷിയിൽ നിന്നും ആ ശൃംഗി എന്ന് പറയുന്ന മുനിശ്രേഷ്ഠനിൽ നിന്നും നഷ്ടമായത് പരീക്ഷത്തിന് കൊടുത്ത ഒറ്റ ശാപം കൊണ്ടാണ്. എന്നിട്ട് മഹർഷി പറഞ്ഞു, നീ ചെയ്ത തെറ്റ് അതിൻ്റെ വലിപ്പം എന്താണെന്ന് നിനക്കറിയില്ലെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടി വന്ന ഒരു തപശക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എനിക്കത് മനസ്സിലാവും നീ ചെയ്ത തെറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യും? നീ ഇതിനുള്ള ശാപമോക്ഷം കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ കാരണം ശപിക്കാനേ സാധിച്ചുള്ളൂ, അത് തിരിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം എന്താ? ഉണ്ടായിരുന്ന തപശക്തി മുഴുവൻ ആ ഒറ്റ ഒരു വലിയ തെറ്റുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടമായി. അപ്പോൾ ആ തെറ്റിൽ നിന്നും ആ പരീക്ഷത്തിനെ ജയിക്കുവാൻ വേണ്ടിയിട്ട് ഇനിയും എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോൾ ശമീക മഹർഷി പറഞ്ഞു കൊടുത്തു. ഗൗരമുഖൻ എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ട് ശമീക മഹർഷിക്കും. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യുക, ആദ്യം ചെന്ന് നീ പരീക്ഷത്തിനോട് ഈ വിവരം പറയണം. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്നേക്ക് 7-ാം നാളിൽ നിനക്ക് മരണമാണ്, തക്ഷകൻ കടിച്ചാണ് മരണം, ഇതിനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്തോളൂ എന്ന്. അപ്പോൾ ഗൗരമുഖൻ പോകുന്ന വഴിയിൽ
തക്ഷകനെ കാണുന്നുണ്ട്. തക്ഷകന് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നുണ്ട്. ആ തർക്കത്തിൽ അവർ പറയുന്നുണ്ട്, തക്ഷകൻ തൻ്റെ ബലം എന്താണെന്ന് കാണിക്കാൻ ഒരു നല്ല രീതിയിൽ നിന്നൊരു വൃക്ഷത്തെ കൊത്തുന്നു. ആ വൃക്ഷം അപ്പോൾ തന്നെ അത് ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ ഗൗരമുഖൻ തൻ്റെ കയ്യിലിരുന്ന തീർത്ഥജലം എടുത്ത് തളിച്ച് അതിനെ പൂർവ്വസ്ഥിതിയാക്കുന്നുണ്ട്. അപ്പോൾ തക്ഷകൻ തന്നെ പറയുന്നുണ്ട് ഗൗരമുഖനോട്, നീ ചെയ്യുന്നത് തെറ്റാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം. കാരണം കാലങ്ങൾ കഴിയുമ്പോൾ ഈ തെറ്റുകൾ ഇനിയും ഒരുത്തൻ ചെയ്യാൻ ശ്രമിക്കരുത്. അതിന് നമ്മളുടെ തെറ്റുകൾ ചെയ്യാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ്. അപ്പൊ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടെങ്കിലും നമ്മൾ പഠിക്കണം തെറ്റുകൾ ചെയ്യാതിരിക്കാൻ. ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയണം, ഇനിയും ഒരാളോട് തെറ്റ് ചെയ്യാനായി പോകുമ്പോൾ അറിയണം, പരീക്ഷിത്ത് എന്ന രാജാവ് ഒരു തെറ്റ് ചെയ്തപ്പോൾ ഇന്ന ഗുണങ്ങൾ, ഇന്ന ദോഷങ്ങളും ഇന്ന അവസ്ഥകളും ഉണ്ടായി, അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് നിഷേധങ്ങൾ. വിധിയുണ്ടായിട്ടുണ്ട്. വിധിയും നിഷേധവും എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ വിധി നിഷേധങ്ങളെ നമ്മൾ അറിയുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളിലൂടെയാണ്. അപ്പോൾ പരീക്ഷത്തിന് സംഭവിച്ചിരിക്കുന്ന വിധി ഇതാണ്. അവൻ എത്രയോ കഴിവുള്ളവനായിരുന്നു, യോഗ്യതയുള്ളവനായിരുന്നു. പക്ഷേ ചെയ്ത കർമ്മത്തിൽ അധർമ്മം എപ്പോഴാണോ അവനിൽ വന്നത്, ആ അധർമ്മിയായി അവൻ മാറിയപ്പോൾ മുതൽ അവനിൽ വരുന്നതെല്ലാം പരാജയങ്ങളാണ്. ശുദ്ധമായിരിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ ഒരു കഥയുണ്ട്. നല്ല ശുദ്ധമായിരിക്കുന്ന ഒരു വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്ത് ഒരു പാത്രത്തിലെടുത്ത് മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയ കുപ്പിയിൽ അല്പം വിഷവും കൂടി ഇരിക്കുന്നു. അപ്പൊ കുറേ ദിവസം അവിടെ ഇരുന്നപ്പോൾ ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുന്ന കണ്ടിട്ട് ഇവര് തമ്മിൽ പരസ്പരം സംസാരിക്കുകയാണ്. അപ്പോൾ വിഷം ഈ നല്ല വെള്ളത്തിനോട് പറയുന്നുണ്ട്, നീ കണ്ടോ, ആ ദൂരെ നിന്ന് വരുന്ന ആള് നിന്നെ ഇല്ലാതാക്കാൻ വരികയാണ്. അപ്പോൾ വെള്ളം ചോദിച്ച്, എന്നെ എന്തിനാ ഇല്ലാതാക്കുന്നത്? ആ ദൂരെ നിന്ന് വരുന്ന ആളുടെ വരവ് കണ്ടാൽ അറിയാം, അദ്ദേഹം ദാഹിച്ചു വരികയാണ്. ദാഹിച്ചു വന്ന് നിന്നെ കുടിച്ച് അവന്റെ ദാഹം തീർക്കാൻ അവൻ പോവുകയാണ്. ആ ആൾ ഇവിടെ വരുന്നത് വരെയുള്ളൂ നിന്റെ ആയുസ്. അതുകൊണ്ട് നീ ഇല്ലാതാകാൻ പോവുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ നിലനിൽക്കും. ആ പറഞ്ഞത് വിഷമാണെന്ന് ആലോചിക്കണം. അപ്പൊ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ അടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ വെള്ളത്തിന്, പാത്രത്തിലിരുന്ന വെള്ളത്തിനൊരു പേടി. ഞാൻ ഇല്ലാതായാൽ എന്ത് ചെയ്യും? ഞാൻ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, വിഷത്തിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് സഹായിക്കാമോ? എന്ത് വേണം? എന്നെ ഒന്ന് സംരക്ഷിക്കണം, എൻ്റെ ജീവൻ നിലനിർത്താൻ ഒന്ന് സംരക്ഷിക്കണം. അതിനെന്ത് ഉപായമാണെന്ന് ചോദിച്ചപ്പോൾ വിഷം പറഞ്ഞു, ഒറ്റ കാര്യമേ ഉള്ളൂ, ഒറ്റ ഉപായമേ ഉള്ളൂ. എന്താണ്? എൻ്റെ ഒരു തുള്ളി വിഷം നിന്നിലേക്ക് ചേർക്കുക. അപ്പോൾ നീ വിഷമാകും. അപ്പോൾ നിന്നെ വന്ന് കാണുമ്പോൾ നീ വിഷമാണെന്ന് കണ്ടപ്പോൾ തിരിച്ചങ്ങ് പോയിക്കോളൂ. അപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്ക് നിലനിന്നാ മതി. അപ്പോൾ ഒരു തുള്ളി വിഷം ഈ വെള്ളത്തിലേക്ക് കലർന്നു. ആ വെള്ളത്തിന്റെ കളറ് മാറി. വെള്ളം കുടിക്കാനായിട്ട് ദൂരെ നിന്ന് ഓടി വരുന്ന ആൾ അടുക്ക വന്നപ്പോൾ ഈ വെള്ളത്തിൽ വിഷം കലർന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ആള് തിരിച്ചങ്ങ് പോയി. അടുത്തൊരു സ്ഥലം തേടി ആള് പോയി. അപ്പോൾ വിഷത്തിനോട് വെള്ളം പറയുകയാണ്, നീ കാരണം ഞാൻ രക്ഷപ്പെട്ടു. ഒരു കാര്യം ചെയ്യൂ, നിന്റെ സ്വഭാവത്തെ, എന്നിൽ ചേർന്നിരിക്കുന്ന വിഷാംശത്തെ നീ അങ്ങ് തിരിച്ചെടുത്തോളൂ. ഞാൻ പൂർവ്വസ്ഥിതിയിൽ ഇവിടെ ഇരുന്നോളാം. എനിക്ക് അങ്ങനെ ഇരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ വിഷം പറഞ്ഞു, നിനക്കൊരിക്കലും ഇനി തിരിച്ചു വരാൻ സാധിക്കില്ല. കാരണം എൻ്റെ ഗുണം അതാണ്. ഞാൻ നിന്റെ ഉള്ളിൽ ചേർന്നാൽ നീ പിന്നെ ഞാനാണ്. നീ ഞാനായാൽ പിന്നെ നിന്നിലേക്കൊരു തിരിച്ചുപോക്ക് സാധിക്കില്ല. ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. എൻ്റെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സ്വഭാവം വിഷമാണ്. പക്ഷെ എങ്കിലും ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. ആ ആഗ്രഹിച്ചു വന്ന, വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചു വന്ന ആള് നീ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് അറിഞ്ഞാണ് വന്നത്. കാരണം അവന്റെ മുമ്പിൽ നീ ഒരു ഈശ്വരനായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അവന്റെ ദാഹം തീർക്കുമ്പോൾ അവൻ നിന്നെ എന്നും സ്മരിക്കുമായിരുന്നു. ആ ഒരു ഗ്ലാസ് വെള്ളം എന്നെ ജീവൻ രക്ഷിച്ചു, നീ എൻ്റെ ഈശ്വരനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. ഒരാൾക്കൊരു ഗുണമുണ്ടാക്കി കൊടുത്താൽ നീ ഈശ്വരനായി മാറിയത്. പക്ഷേ ഞാൻ നാശത്തിനുള്ള വഴിയാണ്. എന്നെ ആർക്കും വേണ്ട. പക്ഷെ എന്നിലേക്ക് വന്നാൽ
നീ ഒരിക്കലും രക്ഷപ്പെടില്ല. ആ അവസ്ഥയാണ് നമുക്ക് ജീവിതത്തിൽ പരീക്ഷത്തിനും പറ്റിപ്പോയതാണ്. തെറ്റ് ചെയ്തു പോയി. ഇനിയും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് മാർഗമാണ് എന്ന് പരീക്ഷിത്ത് ആഗ്രഹിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പരീക്ഷത്തിന്റെ കുറവുകൾ എന്താണെന്ന് പരീക്ഷിത്ത് മനസ്സിലാക്കുന്നത്. പരീക്ഷത്തിൽ ബാധിച്ചിട്ടിരിക്കുന്ന കാര്യം മരണമെന്ന ഭയമാണ്. ഈ മരണഭയത്തെ മാറ്റുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, മരണഭയം മാറ്റണമെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും ഞാൻ എന്തിനാണെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ എന്ന സത്യത്തെ, പരമാർത്ഥത്തെ അറിയുന്നത്. അതറിയുവാൻ വേണ്ടിയിട്ടാണ് ശ്രീശുകന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥനയോട് ചോദിക്കുന്നത്, എന്താണ് എനിക്ക് ആത്മജ്ഞാനത്തെ അങ്ങ് നൽകിയാൽ. ആത്മജ്ഞാനം എന്ന് പറയുന്ന ആത്മാവെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള അവസ്ഥയാണ്. എൻ്റെ ഉള്ളിലുള്ള അവസ്ഥയെ ഞാൻ കണ്ടെത്തി കഴിയുമ്പോൾ ഭൗതികമായിരിക്കുന്ന അവസ്ഥകളൊന്നും എന്നെ ബാധിക്കില്ല. ഭൗതികമായിരിക്കുന്ന ഒരു കാര്യങ്ങളും ബാധിക്കില്ല. ഭൗതികമായതൊന്നാണ് ഭയം എന്ന് പറയുന്നത്. ആ ഭയത്തെ ബാധിക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ എന്നത് എന്താണെന്നുള്ള പരമാർത്ഥം അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് സത്യത്തെ അറിയുക എന്നുള്ളതാണ്, ധർമ്മത്തെ അറിയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സത്യമായിരിക്കുന്ന പരബ്രഹ്മത്തെ അറിയുക എന്നുള്ളതാണ്. ആ ആത്മജ്ഞാനം നീ എനിക്ക് നൽകിയാലും എന്ന് പറയുമ്പോൾ ശ്രീശുകൻ പറയുന്നുണ്ട് പരീക്ഷത്തിനോട്, നീ വെറുതെ ഇങ്ങനെ വന്നിരുന്ന് എനിക്ക് ആത്മജ്ഞാനം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു തരുന്ന സാധനമൊന്നുമല്ലിത്. അതിനൊരു നിയമമുണ്ട്, അതിനൊരു വിധിയുണ്ട്. നീ എടുക്കണം, ഒരു വ്രതം എടുക്കണം. ഭാഗവതത്തെ കേൾക്കുവാൻ വേണ്ടിയിട്ട് നീ ഒരു വ്രതം എടുക്കണം നീ ജീവിതത്തിൽ. ഈ വ്രതം കൃത്യമായി നീ എടുക്കാതെ ഭാഗവതം എന്ന തത്വം, ഭഗവാനെ സംബന്ധിക്കുന്നത് ആയ തത്വം എന്താണോ അത് നിന്നിൽ പ്രവേശിക്കില്ല. ഒരു വണ്ടി നമ്മുടെ കാർ പോർച്ചിലേക്ക് കയറണമെങ്കിൽ ആ കാർ പോർച്ചിന് ഒരു അളവ് വേണം. എന്ത്? നമ്മളുടെ വാഹനത്തെക്കാൾ വലിയൊരു അളവ് വേണം. ഇല്ലെങ്കിൽ ഈ വാഹനം അകത്തേക്ക് കയറാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മജ്ഞാനത്തെ, പരമാർത്ഥത്തെ അറിയണമെങ്കിൽ നമ്മളുടെ മനസ്സ് നന്നായി വികസിക്കണം. ഇതിനൊരു നിഷ്ഠയാണ് ആവശ്യം. ആ നിഷ്ഠയ്ക്ക് പറഞ്ഞൊരു പേരാണ് വ്രതം എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്രതമാകുന്ന നിഷ്ഠയോടുകൂടി നീ ഇരിക്കൂ, നിനക്ക് ആത്മജ്ഞാനം കിട്ടും. ഈ ആത്മജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് നിഷ്ഠ നിനക്കിലേക്ക് വരട്ടെ. ആ വ്രതം നീ നിന്നിലേക്ക് എടുക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതം ശ്രീ പരീക്ഷത്തിന് ശ്രീശുകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വ്രതത്തിന്റെ പേരാണ് പ്രായോപവേശ വ്രതം. ഏതാണ്? പ്രായോപവേശ വ്രതം. ഈ വന്നിരിക്കുമ്പോൾ ഒരു ബുക്കും പേനയൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത നിങ്ങൾക്ക് നല്ലതാണ്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളങ്ങ് പോകും. അടുത്ത കൊല്ലവും സപ്താഹം നടക്കും. അന്നേരവും നമ്മൾ ഇത് ആദ്യം മുതൽ കേൾക്കണം. ഇത് വീണ്ടും വീണ്ടും കേട്ടതുകൊണ്ട് കാര്യമില്ല. ഇത് നമ്മുടെ ഉള്ളില് ബലമാണ്. അപ്പൊ പരീക്ഷിത്ത് ഭാഗവതം കേൾക്കാൻ എടുത്ത വ്രതമാണ് പ്രായോപവേശ വ്രതം. എന്താണ് പ്രായോപവേശ വ്രതം എന്ന് നമുക്ക് പറയാം. ഒരു വലിയ ജലാശയത്തിന്റെ നടുവിൽ നിലയില്ലാത്ത വിധത്തിൽ, ആർക്ക് നില? നമുക്ക് നിലയില്ല. നമ്മുടെ നില എന്താണ്? നമ്മളുടെ നീളമാണ്, ഇല്ലേ? നമ്മളുടെ നീളത്തെക്കാൾ കൂടുതലാവുമ്പോഴാണ് നമുക്ക് നിലനിൽപ്പില്ലാത്ത അവസ്ഥ വരുന്നത്. അതുകൊണ്ടാണ് നിലയില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയില്ലാത്ത സ്ഥലത്ത് ഒരു ഒറ്റ തൂണാകുന്ന ഒരു കല്ലിൽ ഒരു വലിയ മണ്ഡപമുണ്ടാക്കി ആ മണ്ഡപത്തെ ഇരിക്കണം. കാരണം എന്താണ്? വീണാൽ നമുക്ക് നിലയില്ലാത്തടത്തോട്ടാണ് നമ്മൾ വീഴുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ശ്രദ്ധയോടുകൂടി നമ്മളിരിക്കും. വണ്ടി ഓടിക്കുന്നവർക്കറിയാം, നമുക്ക് നിശ്ചിതമായിരിക്കുന്ന ഒരു സ്പീഡ് കഴിഞ്ഞ് നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ നമ്മളിൽ ഒരു അങ്കലാപ്പുണ്ടാവും, ഇല്ലേ? ഇച്ചിരി സ്പീഡ് കൂടുതലാണ്, അത് ഇച്ചിരി അപകടമാണല്ലോ എന്നാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്പീഡിൽ അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ നമ്മുടെ നിലനിൽപ്പിന് ബലമല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ ശ്രദ്ധ നമുക്ക് കൂടും. അപ്പോൾ ആ ശ്രദ്ധയോടുകൂടി ഒറ്റ കല്ലുള്ള തൂണിൽ ഒരു വലിയ മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് വേണം നീ ഇത് കേൾക്കാൻ. എങ്ങനെ കേൾക്കണം? നിനക്ക് നന്നായി വിശക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം കണ്ടുകൊണ്ട് നീ വിശന്നിരിക്കണം. നിനക്ക് ദാഹിക്കുന്നുണ്ടാകാം, പക്ഷെ ഈ വെള്ളം കണ്ടുകൊണ്ട് നീ ദാഹിച്ചിരിക്കണം.
കാരണം എന്താണ്? ഇതൊന്നും നമ്മളെ സ്വാധീനിക്കരുത്. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ അന്നദാനം ഇവിടോട്ട് വിളമ്പി വെച്ച് പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി ഒറ്റ ഓട്ടം. ഭഗവാനും വേണ്ട, ഒന്നും വേണ്ട, ഒറ്റ ഓട്ടം. അവിടെ പോയി ക്യൂ നിൽക്കുവാണ്, അവിടെ പോയി വെലുത്ത് നിൽക്കുകയാണ്. എന്നാലും നമ്മൾ യജ്ഞത്തിന് അവിടെ ഇരിക്കത്തില്ല. എന്താണ്? നമുക്കിതല്ല പ്രധാനം, അന്നമാണ് നമുക്ക് പ്രധാനം. കാരണം എന്താണ്? നമ്മളെ സംബന്ധിക്കുമ്പോൾ ദൈവികമായിരിക്കുന്ന ബലങ്ങൾ കലി ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് കലി പറയും, ഇതൊന്നും കേൾക്കരുത്, എണ്ണീറ്റ് പോയിക്കോ, വലിയ സാധനം പറയാൻ പോകും, അതൊന്നും കേൾക്കരുത്. കേട്ടാൽ നീ ചിലപ്പോ അനുസരിക്കും. അനുസരിച്ചാൽ എന്ത് ചെയ്യും? നീ എന്നിൽ നിന്ന് അകലും. ആരിൽ നിന്ന്? കലിയിൽ നിന്ന് അകലും. അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ നടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടേ അറിയാം, നമ്മളൊരു പ്രധാന വിശേഷങ്ങൾ വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റാതെ വരും. ഇല്ലെങ്കിൽ അതുവരെ നമ്മളവിടെ ഉണ്ടായിരിക്കും. ആ സമയമാകുമ്പോൾ നമ്മളവിടെ നിന്ന് പോയിക്കളയും. കാരണം എന്താ? നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് പോകാം. അതിപ്പോൾ അന്നമാണെന്നുള്ള ഒരു കാരണം വന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ വീട്ടിൽ വെച്ചാകുമ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങളാവും. സമയമാകുമ്പോൾ, നല്ല സമയമാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകും. അപ്പൊ അങ്ങനെ ആ കലിയുടെ ഒരു ബലമാണത്. അപ്പോൾ അങ്ങനെ ഭക്ഷണം കണ്ടുകൊണ്ട് വിശന്ന് ഭക്ഷണം കഴിക്കാതെയും ദാഹിച്ച് വെള്ളം കണ്ടോണ്ട് ഇരിക്കുമ്പോൾ ശ്രദ്ധ കൂടും, ഒരുപാട് ശ്രദ്ധ കൂടും. കാരണം എന്താണ്? അങ്ങനെയുള്ള ഒരു ഏറ്റവും വലിയ ശ്രദ്ധയുള്ള ആളാണ് നല്ല മീൻപിടുത്തക്കാരൻ. കാരണം എന്താണ്? മീൻപിടുത്തക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏകാഗ്രമായിരിക്കുന്ന ഏറ്റവും വലിയ ഏകാഗ്രത വരുന്ന ഒന്ന് അവിടാണ്. ചൂണ്ട വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതിന്റെ മുകളിൽ, വെള്ളത്തിന്റെ മുകളിൽ ഒരു ചെറിയ കമ്പേ കെട്ടിയാണ് ഇടുന്നത്. ഈ കമ്പൊന്ന് താഴുന്നുണ്ടോ എന്ന് നോക്കും. താന്നാൽ അപ്പം നമ്മൾ പൊക്കിയിരിക്കും, ഇല്ലേ? അത്ര കണ്ട് ഏകാഗ്രമായിട്ടിരിക്കണം ഒരു വ്യക്തി. കാരണം എന്താണ്? ഒരു നിയമമുണ്ട്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുണ്ടെങ്കിലേ നമുക്ക് ജ്ഞാനത്തെ കിട്ടത്തുള്ളൂ. ജ്ഞാനം എന്നത് അറിവാണ്. അറിവെന്ന് പറയുന്നത് എന്താണ്? അത് ബോധമാണ്. എന്ത് ബോധം? തിരിച്ചറിയുന്ന ബോധം, അല്ലഥവാ തിരിച്ചറിവാണ് ബോധം എന്ന് പറയുന്നത്. നിനക്കെന്താ ഒരു ബോധമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? നിനക്കത് അറിയില്ലേ അതെന്താണ്? അത് ഇന്നതാണെന്നുള്ള തിരിച്ചറിവ് നിനക്കില്ലേ എന്നുള്ളതാണ് ആ ബോധം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെ ബോധം എന്ന് പറയുന്ന, തിരിച്ചറിവ് എന്ന് പറയുന്നതിൻ്റെ തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നതായിരിക്കുന്ന ഈ ചൈതന്യം, ആ ബോധത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്താണ്? പ്രായോപവേശ വ്രതത്തോടു കൂടി വേണം. ഇപ്പൊ ദിവസം 3 ഗുളിക കഴിക്കുന്നവരാണ് നമ്മൾ. രാവിലെയും കഴിക്കും, ഉച്ചയ്ക്കും കഴിക്കും, വൈകിട്ടും കഴിക്കും. 3 ഭക്ഷണം കഴിച്ചതിന് ശേഷമേ നമ്മൾ കഴിക്കാറുള്ളൂ. അപ്പോൾ 3 നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടേ കഴിക്കാവൂ എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യും? ഭക്ഷണം കൃത്യമായ സമയത്ത് നമ്മൾ കഴിക്കും. കാരണം എന്താണ്? ഈ മരുന്ന് എന്തിനാ കഴിക്കുന്നേ? നമ്മുടെ ജീവനെ നിലനിർത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി. അപ്പോൾ ആഗ്രഹത്തോടു കൂടി എന്താണ്? ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ നിൽക്കുന്നവരാണ്. അപ്പോൾ ജീവിക്കുവാൻ വേണ്ടുന്ന ആഗ്രഹത്തോടു കൂടി നിൽക്കുമ്പോൾ നമുക്ക് 2 അവസ്ഥകളുണ്ട്. ഒന്ന് ഭൗതികമായിരിക്കുന്ന ശരീരവും, 2 ആന്തരികമായിരിക്കുന്ന ശരീരവും. ഭൗതികമായിരിക്കുന്ന ശരീരത്തിനാണ് നമ്മൾ ഈ കഴിക്കുന്ന ആഹാരമെല്ലാം. പക്ഷേ ഉള്ളിലുള്ള നമ്മളുടെ ആന്തരികമായിരിക്കുന്ന ശരീരത്തിന് ഈ ഭക്ഷണമൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കുറ്റം പറയുന്ന അന്നേരം. കാരണം എന്താണ്? വയറ് നിറഞ്ഞതേ ഉള്ളൂ, മനസ്സ് നിറഞ്ഞില്ല. കാരണം ഇതിന് വലിയ സ്വാദൊന്നുമില്ലായിരുന്നു, അങ്ങോട്ടൊരു തൃപ്തിയായില്ലെന്ന് പറഞ്ഞു. ആർക്ക് തൃപ്തിയായി? വയറിന് തൃപ്തിയായി. വയറിൽ നിറച്ച് നമ്മൾ ഇടിച്ചു കൊള്ളിച്ചാണ് തിന്ന് നമ്മൾ തോപ്പിക്കുന്നു, കേട്ടിട്ടില്ല ഇല്ലേ? നമ്മൾ ചിലയിടത്ത് നിന്ന് നമ്മൾ ഇഷ്ടം പോലെ കഴിക്കും, വേണ്ടായെങ്കിലും നമ്മൾ കഴിക്കും. ഇതെല്ലാം ഭക്ഷണം, സദ്യയൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് അങ്ങുണ്ണു, എല്ലാ വിഭവങ്ങളും ചേർത്ത് ഗംഭീരമായിട്ട്. ഇനി നടക്കാൻ പോലും വയ്യ നമുക്ക്, എന്നാലും ഒരു ഐസ്ക്രീം കൊണ്ടുവരുമ്പോൾ എടുത്ത് കഴിക്കും, ഇല്ലേ? അപ്പോഴും നമുക്ക് സ്ഥലമുണ്ട്. ഈ ഐസ്ക്രീം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും ഒരു മുട്ടായി ഒരാൾ വരുന്നത്, അതും നമ്മൾ കഴിക്കും. അതും കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് അവിടെ നിൽക്കുമ്പോഴായിരിക്കും ഒരാൾ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ലഡു കൊണ്ടു തരുന്നത്, അതും നമ്മൾ കഴിക്കും. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ തൃപ്തിയായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതെല്ലാം അങ്ങ് ചെന്നാലും അത് തൃപ്തിയാക്കാതെ നമുക്കിത് നിർത്താൻ പറ്റത്തില്ല. പക്ഷേ അമ്പലപ്പുഴ പാൽപ്പായസം
നമ്മൾ ഒരിടത്തോട് ചെല്ലുമ്പോൾ ഉണ്ട്, നമുക്കൊരു ഗ്ലാസ് അമ്പലപ്പുഴ പാൽപ്പായസം എടുത്ത് നീ തരും. ഇത് അമ്പലപ്പുഴ കൃഷ്ണന് നേദിച്ചതാണ് എന്ന് പറഞ്ഞ് തന്നു കഴിയുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ഈ ആനന്ദം എന്ന് പറയുന്നു, ഇന്ന് കഴിച്ചില്ലെങ്കിലും വേണ്ടല്ലോ, എന്ത് ഭാഗ്യമുള്ളവനാണ് ഞാൻ, ഇന്ന് എനിക്ക് അമ്പലപ്പുഴയിലെ പാൽപ്പായസം കിട്ടി. മെഴുക്കോരട്ടി ഉണ്ട്, ഭഗവാന് നിവേദിക്കും. എവിടാന്ന് പറയാം? വഴുതനങ്ങ മെഴുക്കോരട്ടി എന്ന് നിവേദിക്കുന്ന ഒരു അമ്പലമുണ്ട്. ഏതാണെന്നറിയാം? ഉപ്പുമാങ്ങിയും വഴുതനങ്ങ മെഴുക്കോരട്ടി എന്നും ഭഗവാൻ ഉച്ചപൂജയ്ക്ക് വേണം. അത് രണ്ട് കുടുംബക്കാർക്ക് അവകാശം കൊടുത്തേക്കാണ്. അവരുടെ പ്രധാന ജോലിയാണ് ഉപ്പുമാങ്ങ ഉണ്ടാക്കി എന്നും ഭഗവാന് നിവേദ്യത്തിനുള്ള ഉപ്പുമാങ്ങയും വഴുതനങ്ങ കൊണ്ട് കൊടുക്കണം. തൊടപ്പള്ളിയിൽ വഴുതനങ്ങ മെഴുക്കോരട്ടി ഉണ്ടാകും. ഏത് ഭഗവാനാന്ന് പറയാം? അല്ല, എന്തോ ആറന്മുള ഭഗവാന്റെ ഏറ്റവും ഉച്ചപൂജയ്ക്കുണ്ട് വഴുതനങ്ങ മെഴുക്കോരട്ടി. നമ്മൾ അവിടോട്ട് ചെല്ലുമ്പോൾ ഈ വഴുതനങ്ങ മെഴുക്കോരട്ടി നമുക്കൊരു ശകലം കിട്ടട്ടെ, നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ വേറൊന്നും കഴിക്കില്ല. ആ ഉപ്പുമാങ്ങയുടെ ഒരു ശകലം നമ്മളൊന്ന് കഴിച്ചിട്ട്. കാരണം നിവേദ്യത്തിന്റെ രസാംശങ്ങളെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. 10 തരം രസങ്ങളുണ്ട് ഒരു നിവേദ്യത്തിൽ. 10 പ്രാണനുകളുണ്ട് ഒരു നിവേദ്യത്തിൽ. ആ പ്രാണനുകളാണ് നിവേദ്യമായിട്ട് ഭഗവാങ്കിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിവേദ്യത്തിൽ തൊട്ടുകൊണ്ട് ഭഗവാന്റെ വായുടെ അവിടേക്ക് ഇങ്ങനെ പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്തിലെ രസാംശങ്ങളെയാണ് കൊടുക്കുന്നത്. ഒരു നിവേദ്യത്തിലെ രസാംശങ്ങൾ മാറിക്കഴിയുമ്പോൾ ആ ഭഗവാനിലെ ചൈതന്യത്തെ തിരികെ അതിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഔഷധമായി മാറും. പാൽപ്പായസം, അമ്പലപ്പുഴ പാൽപ്പായസം നിവേദിക്കുന്നതിന് മുമ്പ് കഴിച്ചാൽ കൊള്ളില്ല. പക്ഷെ ഭഗവാന്റെ മുമ്പിൽ നിവേദിച്ച് കഴിയുമ്പോഴേക്കും അത് നേരെ മാറി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, 2 കദളിപ്പഴം മേടിക്കണം, എന്നിട്ട് ഒരെണ്ണകത്ത് നേദിക്കാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ 2 നിവേദിച്ചതും വെക്കണം, നിവേദിക്കാത്തതും വെക്കണം. ആദ്യം നിവേദിക്കാത്തത് എടുത്ത് കഴിച്ചു നോക്കും. എന്നിട്ട് അല്പസമയമൊക്കെ വായൊക്കെ കഴുകി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിവേദിച്ചതുകൊണ്ട് എടുത്ത് കഴിച്ചു നോക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഒരേ വാഴയിൽ നിന്നുണ്ടായ ഒരു കൊലയിൽ നിന്നെടുത്ത ഒരുപോലത്തെ 2 കദളിപ്പഴം എടുത്ത് നിവേദിച്ചു നോക്കിയാൽ മതി, നമുക്ക് തന്നെ അത് മനസ്സിലാവും. അപ്പൊ ഭഗവാങ്കിലേക്ക് അതിന്റെ രസാംശങ്ങളെ മാറിക്കഴിയുമ്പോൾ ആ രസാംശങ്ങൾ മാറിക്കഴിഞ്ഞ് ഔഷധ ഗുണമുള്ളതായിട്ടുള്ള നിവേദ്യം നമ്മൾക്ക് കഴിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സ് നിറയുന്നത്. ഇവിടെയും പരീക്ഷത്തിനോട് പറഞ്ഞതാണ്, നിന്റെ ശരീരത്തിനല്ല ബലം വേണ്ടത്, നിന്റെ മനസ്സിനാണ് ബലം വേണ്ടത്. ആ മനസ്സിന് ബലം കൊടുക്കുന്നത് എന്താണ്? ആത്മജ്ഞാനം എന്ന് പറയുന്ന ബോധമാണ്. ഈ ബോധത്തെ നിനക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളുവാൻ നിനക്ക് സാധിക്കുമ്പോഴാണ് നീ യഥാർത്ഥനായിരിക്കുന്ന മനുഷ്യനായി മാറുന്നത്. കാരണം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സകലം സമയങ്ങളിൽ 100 ദിവസം ഈശ്വരൻ നമുക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ 100 ദിവസത്തിൽ 50 ദിവസം നമ്മൾ ഉറങ്ങിക്കളയുന്നവരാണ്, ഇല്ലേ? ഉറങ്ങിക്കളയും. ഇവിടെ കസേരയിരുന്ന് ഉറങ്ങിയ 3 പേരുണ്ടായിരുന്നു. 12 മണിക്ക് വന്നിട്ട് 12:20 മുതൽ 12:40 വരെയുണ്ട്. 20 മിനിറ്റ് ഉറങ്ങിക്കളഞ്ഞു. സപ്താഹം കേൾക്കാൻ വന്നതാ, ആത്മജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട് വന്നതാ. പക്ഷെ അവിടെ വന്നിരുന്നപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി. ആ 3 പേരെയും ഞാൻ ഇവിടുന്ന് കാണുവാണ്. അപ്പോൾ നമ്മൾ വേണം ചോദിച്ചാൽ പറയാം, അത് ഞാൻ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുമായിരുന്നു, തിരുമേനി പറഞ്ഞതൊക്കെ ശരിയാണോ. അപ്പോൾ ആലോചിച്ചപ്പോൾ മനസ്സിലായി അതത്ര ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇനിയും ബാക്കിയും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് ഉണർന്നു. പക്ഷേ ഉണരാൻ അപ്പുറത്തിരിക്കുന്ന ആൾ ഒരു ഇടി കൊടുത്തു കൈകൊണ്ട്. അപ്പോഴാണ് ഒരാൾ ഉണർന്നത്. മറ്റേ ആളെല്ലാം ഉറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് കൃത്യമായ സമയമായപ്പം ഉണർന്ന് നോക്കി, വാച്ചിലും നോക്കി, എന്നിട്ടും നിർത്തുന്നില്ല. അത് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ആശ്വസിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പരീക്ഷത്തിന് ആത്മജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് ഭാഗവതം. അപ്പൊ ഈ ആത്മജ്ഞാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ശ്രമകരമായ കാര്യമാണ്. ഈ ഭാഗവതത്തിലെ കഥകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരാണ് ഇവിടെ. അപ്പോൾ ഭാഗവതത്തിലെ കഥകളല്ല കൂടുതൽ,
കഥകളിലെ തത്വങ്ങളാണ്. ഇപ്പൊ നമ്മൾ പരീക്ഷത്തിന്റെ ശാപം വരെ കിട്ടിയിട്ടുള്ളൂ. വൈകിട്ട് 5 മണിക്ക് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങും. ആ ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ജപിച്ച് തീർന്നു കഴിയുമ്പോൾ ബാക്കി കഥകളുടെ വരാഹാവതാരം നമുക്ക് പറയണം. അപ്പൊ എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വായിച്ചിട്ടുള്ള കാര്യങ്ങൾ രാത്രിയിലും. നമ്മളുടെ പ്രഭാഷണ രീതി വൈകിട്ട് അകത്തെ ദീപാരാധന കഴിയുമ്പോൾ യജ്ഞശാലയിൽ പ്രഭാഷണം തുടങ്ങി ഭജനയും നടത്തി ദീപാരാധനയോടുകൂടി യജ്ഞശാലയിലെ പൂർണ്ണതയാണ് നമുക്ക് കൊണ്ടുവരാം. നമുക്ക് ചർച്ചകൾ ചെയ്യാം. ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു, നിങ്ങൾ അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ വാച്ച് പൊക്കി കാണിച്ച് സമയം കാണിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവന്ന വിഷയത്തെ നമുക്ക് കൂടുതൽ പഠിക്കാം. ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. ഒരു 10 കാര്യമെങ്കിലും ഈ 7 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, നിങ്ങളുടെ ഒരു മകന്റെയോ കൊച്ചുമകന്റെയോ പ്രായമേ എനിക്കും, ഈ അവസ്ഥയിൽ എനിക്കറിയുന്ന അറിവുകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു ഗുണകരമാകുന്ന തലത്തിലേക്ക് പൂർണ്ണമായിട്ടും ചിന്തിക്കുവാൻ, നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ ഈ യജ്ഞം കൊണ്ട് നമ്മൾ പൂർണ്ണരായി. എനിക്കൊരു ജോലിയുള്ള ആളാണ്. ജോലിക്ക് പോകാതെ വരുന്നത് ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാം. കൂടുതൽ വിഷയങ്ങളെ പറ്റി ചർച്ചകൾ ചെയ്ത്, നമുക്കറിയുന്ന കാര്യങ്ങൾ പരസ്പരം ചർച്ചകൾ ചെയ്ത് അറിഞ്ഞ് പഠിച്ച് നമുക്കത് പ്രചരിപ്പിക്കണം. ഭാഗവതം നമുക്ക് ഒരുപാട് പേരുണ്ട്, ഭാഗവതങ്ങൾ ഇഷ്ടം പോലെ നമുക്കുണ്ട്. പക്ഷേ ഈ ഗ്രന്ഥത്തെ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുവാൻ സാധിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ അടുത്തൊരു തലമുറ ഇത് കേൾക്കാനിരിക്കാത്തത്. പണ്ടുള്ളവർ ഇത് കേട്ട് ഇതിന്റെ ഗുണത്തെ അറിഞ്ഞത് കൊണ്ടാണ് എല്ലാവരും ഇരുന്ന് കേൾക്കുന്നത്. അടുത്തൊരു തലമുറ ഇത് വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? അവർക്ക് ഇതിന്റെ ഗുണത്തെ പറ്റി നമ്മൾ വീട്ടിൽ നിന്നും പറഞ്ഞു കൊടുക്കാറില്ല. നമ്മൾ പറയും സപ്താഹത്തിന് പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സപ്താഹം? നല്ല ഉഗ്ര സദ്യ അല്ലായിരുന്നു. എൻ്റെ നാട്ടുകാരാണ് സദ്യക്ക് ഇപ്രാവശ്യം. അപ്പൊ നല്ല ഉഗ്ര സദ്യയായിരുന്നു. സപ്താഹ ഗംഭീര കഴിഞ്ഞ വർഷത്തെ സപ്താഹം എന്ത് ഗംഭീരമായിരുന്നു. ഡെയിലി നമ്മൾ 15 ചാക്കരിയാ വെച്ച്. എത്ര കഥ കേട്ടു. ആ കഥ ഏതാണ്ടൊക്കെ അങ്ങേരെ അവിടെ എടുത്ത് പറഞ്ഞു. അതുകൊണ്ട് കാര്യമാകുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നതിൽ അത്ര സുഖകരമല്ലാതെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എന്നാലും നമുക്കതൊരു നാണമില്ലാതെ ഞാൻ പറയും. എൻ്റെ മുമ്പിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഉടയതമ്പുരാന്റെ മുമ്പിൽ വന്നത് തന്നെ വലിയൊരു ഭാഗ്യമായി കരുതുകയാണ്. എൻ്റെ അറിവിലുള്ളവരെ എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഉടയതമ്പുരാൻ എന്ന് നിങ്ങൾ വിളിച്ചിട്ടും കേട്ടിട്ടും ഉള്ളതല്ലാതെ കാണണമെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഗുണങ്ങളും സമ്പൽ സമൃദ്ധികളും നിങ്ങൾക്ക് ജഗദീശ്വരൻ നൽകട്ടെ. വൈകിട്ട് 5 മണിയാകുമ്പോൾ പ്രഭാഷണ സമയത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ പ്രഭാഷണങ്ങൾ നമുക്ക് ചർച്ചയിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ വൈകുന്നേരവും 7 മണിയാകുമ്പോൾ നമ്മുടെ യജ്ഞശാലയിലെ പ്രഭാഷണം തുടങ്ങും. 8 മണി വരെ പ്രഭാഷണമായിരിക്കും. 8 മണി മുതൽ നാമജപം ഉണ്ടാവും. 3 പേരും ഓരോ കീർത്തനങ്ങൾ പാടും. പാടി കഴിയുമ്പോൾ നമ്മളുടെ ദീപാരാധനയാണ്. ദീപാരാധനയോടെ കഴിഞ്ഞ് ഏകദേശം 8:30 പരിപൂർണമായിട്ടും നമ്മുടെ ദീപാരാധന കഴിയുമ്പോൾ പിന്നെ ഭഗവാന്റെ ചൈതന്യത്തെ ഒരു ക്ഷേത്ര സങ്കല്പത്തിൽ തന്നെ, ദേവതാ സങ്കല്പത്തിൽ തന്നെയാണ് നമ്മൾ ഇതുവരെ ആചരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ പോകണമെന്നാണ്. കാരണം നമ്മളുടെ ഗുരുപദേശമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് മറ്റുള്ളവർക്ക് എത്രത്തോളം ഗുണകരമാക്കാമോ അത്രത്തോളം ഗുണകരമാക്കി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഗുണങ്ങളും ഉണ്ടാകട്ടെ. അധിക സമയം എൻ്റെ അമ്മയുടെയും മുത്തശ്ശിയുടെയൊക്കെ പ്രായമുള്ളവരാണ്. ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന അമ്മ വരെയുണ്ട് ഇവിടെ. വരുന്ന വഴിക്ക് ശാസ്താവിൻ്റെ അടുക്ക വന്നപ്പോൾ ഞങ്ങൾക്ക് എവിടോട്ട് പോകണമെന്ന് അറിയത്തില്ല. അവിടെ വന്ന് നിന്നപ്പോൾ ഒരു അമ്മയെ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന ആളിനോട് പറഞ്ഞു, നമുക്ക് വഴി പറയാൻ ആ അമ്മയെ. അപ്പോൾ അവിടെ നിർത്തി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇതാ ഇന്നടത്താണ് അമ്പലം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തിരുമേനി അല്ലയോ, അങ്ങോട്ട് പോവായിരിക്കും, നമുക്ക് അവിടെ വെച്ച് കാണാം. എല്ലാം നിമിത്തങ്ങളായിട്ടാണ് വന്നതല്ല ജീവിതത്തിൽ. എല്ലാം എൻ്റെ ഗുരുനാഥൻ്റെ ഇവിടെ സപ്താഹം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ. എൻ്റെ അച്ഛൻ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് തന്നെ കണ്ടുകൊണ്ട് ആ ഉടയതമ്പുരാന്റെ പാദങ്ങളിൽ നമസ്കരിച്ച്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മധ്യാഹ്നം വരെയുള്ള ഭാഗങ്ങൾ
കഥാപ്രവചന വിഷയം ഇവിടെ സമർപ്പിക്കുന്നു. നമുക്ക് വൈകിട്ട് ബാക്കിയുള്ള പ്രഭാഷണ വിഷയങ്ങൾ കേൾക്കാം. 2 മണിയാകുമ്പോഴേക്കും പാരായണം തുടരുകയാണ്. നമസ്കാരം.